ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അപ്പോൾ ഇന്നിതാ രാവിലെ കിച്ചണിൽ വന്ന് ആദ്യം ഞാൻ പാല് കാച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിന് കേട്ടോ. നെയ്യ് ഉണ്ടാക്കാനാണ്. അപ്പോൾ പാല് കാച്ചിയാണ്ട് തലേ ദിവസം അതേപോലെ ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ പാലെടുത്ത് നോക്കുമ്പോൾ ഉണ്ടാവും ഇങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ പാട കെട്ടി കിടക്കുമല്ലോ. നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുക. അപ്പോൾ ഞാനും ഇന്ന് മുതൽ ഇതുപോലെ കുറേശ്ശെ എടുത്ത് വെച്ചിട്ടേ നമുക്ക് ഒരു ദിവസം നെയ്യ് ഉണ്ടാക്കണം, ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടാക്കണം. ഇങ്ങനെ ഓരോ വീഡിയോയിൽ കണ്ടിന് കേട്ടോ. അപ്പോൾ അപ്പോൾ ഇന്ന് മുതൽ ഞാനും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കണ്ട കേട്ടോ നെയ്യ് ഉണ്ടാക്കുമ്പോൾ. ഇതേപോലെ എന്നും പാട കിട്ടുമ്പോൾ അതിക്കിങ്ങനെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ തന്നെ വെക്കണം. ഇനി ഈ പാൽ ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതേപോലെ അതിന് വീണ്ടും നെയ്യ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അത് ചായക്ക് എടുക്കാൻ വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നാളെ വാങ്ങണ പാലും ഇന്ന് വാങ്ങണ പാലൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ അതേപോലെ കുറേശ്ശെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നെയ്യ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി മാവ് തലേ ദിവസം റെഡിയാക്കി വെച്ചതുണ്ട്. ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പം എളുപ്പം കഴിയുമല്ലോ. പിന്നെ ഇന്നൊക്കെ കുറച്ച് തിരക്കുള്ള ദിവസം തന്നെയാണ് കേട്ടോ. നമുക്ക് ഹോം ഷോപ്പിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയതിനു ശേഷം കുറച്ചും കൂടെ ഉണ്ട് ചെയ്യാൻ. അപ്പോൾ ഈ വീട്ടിലിരുന്ന് ഇതേപോലെയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാർക്ക് എപ്പോഴും പണിക്കാറില്ലേ. വീട്ടുജോലിയും വേണം ചെയ്യാം, അതേപോലെ നമ്മൾ ചെയ്യുന്ന വർക്കുകളും വേണം ചെയ്യാം. നേരെ മറിച്ച് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയാണ്ട് ചെയ്യുന്ന ജോലികളാണെന്നുണ്ടെങ്കിൽ പോകുമ്പോഴത്തേന് വേഗം പണിയൊക്കെ തീർത്ത് അങ്ങനെ പോയി പിന്നെ വന്നിട്ടുള്ള പണികളെ ഉണ്ടാവുള്ളൂ. ഇതാവുമ്പോൾ അങ്ങനെയല്ല, വീട്ടിലിരുന്ന് ചെയ്യുന്നതാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കുക്കിങ്ങും അതും ഇതും ഒക്കെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളാകുമ്പോൾ നമ്മൾ അതിന് എങ്ങനെയും സമയം കണ്ടെത്തൂലേ. അങ്ങനെ കേട്ടോ ഞാനും. അപ്പം ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കുട്ടികൾക്കും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ജോലിക്ക് ഇരിക്കും. പിന്നെ നമുക്ക് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കണ്ട. നമ്മളെ പള്ളിയിൽ വാർഷികമാണ് കേട്ടോ. നമ്മളെ ഇവിടുത്തെ അല്ല, കുറച്ച് അപ്പുറത്ത് ബാബുക്ക് മദ്രസ പഠിച്ചിന് അവിടുത്തെ പള്ളിക്കൽ ദിക്ർ വാർഷികവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുഡ് ഉച്ചക്ക് നമുക്ക് അവിടുന്ന് കിട്ടും. അപ്പോൾ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കേണ്ടെന്ന് രാവിലത്തെ പിന്നെ ഇഡ്ഡലി ആയതുകൊണ്ട് എളുപ്പം കഴിയും ചെയ്യും. പിന്നെ ഞാൻ നല്ലൊരു സ്നാക്സും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വെട്ട് കേക്കിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അത് വൈകുന്നേരം 4 മണി ചായക്ക് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ കഴിക്കാൻ. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം അതേപോലെ കിട്ടും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അതിൻ്റെ റെസിപ്പി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പത്തെ വെള്ളമൊക്കെ ചൂടായപ്പോൾ തട്ടക്കൈക്ക് വെച്ച് കൊടുത്തത് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കൽ ഇങ്ങനെയാണ് കേട്ടോ. വലിയൊരു കപ്പൊക്കോ അല്ലെങ്കിൽ ഇതേപോലെ ചെറിയൊരു ബൗളക്കോ ഒക്കെ മാവ് ഒഴിച്ചു കൊടുക്കും. എന്നാൽ പിന്നെ നമ്മൾ ഇങ്ങനെ കയ്യിലും വന്ന് ഇതിക്ക് ഇങ്ങനെ പാരുമ്പോഴേ ഗ്യാസ് സ്റ്റൗമിലൊക്കെ ഇങ്ങനെ ആവും. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ആക്കേണ്ടി വരും. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ 2 തട്ടുക്കും ഞാൻ ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇഡ്ഡലി ആകുമ്പോൾ സുഖമാണ്, എളുപ്പം പണി കഴിയും. അങ്ങനെ മാവൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി അത് അവിടെ അടച്ചു വെക്കാം. പിന്നെ ഇതിക്ക് കറി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരവി എടുക്കുന്നുണ്ട്. ഇഡ്ഡലിക്കും തന്നെ പല ചട്നി ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയാണ്ട് അതിക്ക് തേങ്ങയും കുറച്ച് ചിരവിട്ടാണ്ട് അങ്ങനെയും ഉണ്ടാക്കലുണ്ട്. ഇതിപ്പോൾ ഞാൻ വെറും തേങ്ങ മാത്രം ഇട്ടിട്ടാണ്. തേങ്ങയും ചെറിയ ഉള്ളിയും അതേപോലെ മുളക് പൊടിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ചട്നി ഉണ്ടാക്കുന്നത്. പിന്നെ ആദ്യം ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിനി. പിന്നെ സാമ്പാർ ഉണ്ടാക്കിയില്ലെന്ന് അറിയോ, പിന്നെ സാമ്പാർ ബാക്കിയാവും. ഉച്ചക്ക് ചോറിനും കൂടെ സാമ്പാർ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഫുഡ് പുറത്തുനിന്ന് പള്ളിയിൽ നിന്ന് കിട്ടും പറഞ്ഞില്ല. അപ്പം നെയ്ച്ചോറ് കഴിക്കാരം അത്. അപ്പോൾ പിന്നെ സാമ്പാർ ഉണ്ടാക്കിയാൽ പിന്നെ വേസ്റ്റ് കഴിക്കാരം. അപ്പോൾ പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ചട്നി ആക്കാമെന്ന് കരുതി. ചട്നി ആകുമ്പോൾ എളുപ്പമാണ്. അങ്ങനെ ഇതാവൊക്കെ ജാറിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും ഇഞ്ചിയും തേങ്ങ ചിരവിയതും ഒക്കെ ഇനി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്നി ഉണ്ടാക്കൽ ഇങ്ങനെയാണ് കേട്ടോ. അരപ്പ് അതുപോലെ ഒരു ബൗളൊക്കെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിൻ്റെയും വറ്റൽമുളകും ഇട്ട് കടുക് വറുത്തിട്ട് ആ ചൂടുള്ള ആ എണ്ണ ഉണ്ടല്ലോ അത് ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ചട്നിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ഇനി അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചാൽ വേറെ ടേസ്റ്റ് ആയിക്കാരം. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടി, നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ചട്നിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേനും. അപ്പോൾ വറവിട്ടാണ്ട് അടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ ഇഡ്ഡലി ആയിട്ടുണ്ടേനി, ഫസ്റ്റ് ട്രിപ്പത്ത് ആയിട്ടുണ്ടേനി. അത് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ ചുട്ടെടുത്താൽ മതി ഇഡ്ഡലി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആവും കേട്ടോ.
അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട്, കുട്ടികളും ഉപ്പച്ചൊക്കെ. അപ്പോൾ ഇത് ഓർക്ക് വിളമ്പി കൊടുത്തിട്ട് അടുത്ത ട്രിപ്പ് ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ. അപ്പോൾ അത് കഴിച്ച് കഴിയുമ്പോഴത്തേന് ഇതും ആയിക്കോളും. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. ചോറൊക്കെ ചേർത്തതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. പിന്നെ പച്ചരി വെള്ളത്തിലിടുമ്പോൾ ഞാൻ കുറച്ച് ചാക്കരിയും കൂടെ ഇടലുണ്ട് കേട്ടോ. അപ്പോൾ ചാക്കരിയും കൂടെ ഇടുമ്പോൾ മാവ് നല്ലോണം ഉഷാറായിട്ട് കിട്ടും. പിന്നെ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണമെന്നില്ല പൊങ്ങി വരാൻ. അങ്ങനെ ചട്നി വറവിട്ടത് ഞാൻ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടുള്ള ഒരു വെളിച്ചെണ്ണയിൽ കടന്നിട്ട് ആ തേങ്ങ ഒന്ന് കുക്കാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ചട്നി ഉണ്ടാക്കിയാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് തിളപ്പിക്കരുത് കേട്ടോ. ഇങ്ങനെ ചൂടുള്ള വറവിട്ടെടുത്ത ആ എണ്ണ ഇക്കട ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ചൂടിൽ കടന്നിട്ട് ആ തേങ്ങ കുക്കാവും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചട്നി. അപ്പോൾ ഇഡലിയൊക്കെ പ്ലേറ്റിക്ക് വിളമ്പി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ കേട്ടോ. ഇവിടെ ഉപ്പച്ചിയും കുട്ടികളൊക്കെ ഉണ്ട് ഇരിക്കുന്നത്. ഉപ്പച്ചി എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു രണ്ടാളും ഓരും ഉണ്ട് കേട്ടോ അവിടെ, ചിഞ്ചുമോളും മഞ്ചുമോളും. അപ്പോൾ ഷാളിട്ടിട്ടില്ല ഞാൻ, അതുകൊണ്ടാണ് പിന്നെ വീഡിയോയിൽ കാണിക്കാഞ്ഞത്. അപ്പോൾ ഒരു അവിടെ മാറി നിന്നാണ്. ഒന്നാമത് അതാണ് വീഡിയോയിൽ എല്ലാവരും ഉൾപ്പെടുത്താത്തതും. ചിലപ്പോൾ നമ്മൾ കിച്ചണിൽ നമ്മളെ വീട്ടിലാകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലേ ഇടുക. വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ കാണുന്നതല്ലേ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് വിചാരിച്ചിട്ട് ഓരോ ബുദ്ധിമുട്ടിക്കുമ്പോഴും ഒരു ഗതികേടാണ്. പിന്നെ മഞ്ചുമോൾ പിന്നെ സ്ഥിരമാക്കിയിരിക്കണം കേട്ടോ. എൻ്റെ നൈറ്റി എടുത്താണ്ടാണ് ഓളിടുക. സ്കൂളിട്ട് വന്നാൽ അപ്പോൾ ഓളത് അയച്ചിട്ടാണ് എൻ്റെ നൈറ്റിയാണ് കേട്ടോ എടുത്തിടുക. അപ്പോൾ ഓൾ അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇഡ്ഡലിയും ചട്നിയൊക്കെ കഴിച്ചിട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ കുട്ടികളുണ്ടായിന് ഇന്ന് ക്ലീനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഓലങ്ങനെ ഹെൽപ്പ് ചെയ്തൊക്കെ ചെയ്ത്. പിന്നെ വൈകുന്നേരം ഞാൻ ചായക്ക് കടി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ വെട്ട് കേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏലക്ക ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഏലക്കപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത് ഏലക്കൻ്റെ കുരുവാണ്. ഒരു 4 ഏലക്കൻ്റെ കുരു എടുത്തിട്ട് അതും ഞാൻ ഇട്ട് കൊടുത്തിന് ടൈക്ക്. അങ്ങനെ അതൊന്ന് അടിച്ചെടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് അധികം സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 2.5 കപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1 കപ്പോ 1.5 കപ്പോ ഒക്കെ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണ് റവ ചേർക്കുന്നുണ്ട്. വലിയ 2 സ്പൂണാട്ടോ. സ്പൂണിൻ്റെ വലിപ്പം കണ്ടില്ല നിങ്ങൾ. അപ്പോൾ വലിയ 2 സ്പൂണ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വറുത്ത റവയാണ്. വറുത്തതായാലും അല്ലാത്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ കേക്കൊക്കെ ചേർക്കുന്ന ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ, അതൊരു സ്പൂണ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒക്കെ കൂടെ അതേപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തു. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുട്ടയും പഞ്ചസാരയൊക്കെ ജാറിലിട്ടാണ് ഒന്ന് അടിച്ചെടുത്തല്ലോ, ആ ഒരു ബാറ്റർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1.5 കപ്പ് റവയും 2 കപ്പ് റവയൊക്കെ ആണെങ്കിൽ ഇത് പാകയിക്കാരം കേട്ടോ. ഞാനത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്താണ്. എന്നാലും നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ കുറഞ്ഞ ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ബാറ്ററി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് അതേപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊടി കുറച്ച് തോനുള്ളതുകൊണ്ടേ ആയിട്ടില്ല കേട്ടോ, നനവായിട്ടില്ല. അപ്പോൾ ഞാൻ ആ ജാറിൽ കുറച്ചും കൂടെയൊക്കെ ഉണ്ടായിനി, അത് തുടച്ചിട്ട് കൊടുത്തു. എന്നിട്ടും പിന്നെയും കുറച്ചും കൂടെയൊക്കെ ഒരു നനവ് വേണം കേട്ടോ, കുറച്ചും കൂടെ വെള്ളം വേണം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് പാല് ചേർക്കാമെന്ന് കരുതി. ജാറിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കൈ കൊണ്ട് ഇതേപോലെ നല്ലോണം ഒന്ന് ഇങ്ങനെ വടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പാച്ചിലുകൊണ്ട് അങ്ങനെ വടിച്ചിട്ട് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ജാറിൽ അങ്ങനെ ഒരുപാടൊന്നും നിൽക്കില്ല, ഒക്കെ പോരും. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട്. നല്ല ശുദ്ധമായ നെയ്യാണ്, ഹോം മെയ്ഡ് നെയ്യാണ്. അപ്പോൾ അത് ഒരു 2 സ്പൂണ് ചേർക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു നെയ്യിന്. ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലതാണെന്നുള്ളത്. അതേപോലെ സ്മെല്ലും നല്ല പശു നെയ്യ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തു. ഇനി നല്ല നെയ്യ് ഇതേപോലത്തെ നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആക്കിയാലും മതി കേട്ടോ. നമ്മൾ കേക്കൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞല്ലോ അത് നനവ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുത്തു. ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഒരു 2-3 സ്പൂൺ മാത്രം പാല് ചേർത്തത് അതേപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കയ്യുമ്മൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ കയ്യുമ്മ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മളെ വെട്ട് കേക്കിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ കിട്ടീന് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ ഈ ബൗളിൽ തന്നെ ഇത് വെച്ചിട്ട്
ഒരു അരമണിക്കൂർ തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ബാവുക്കാക്ക് ഇവിടെ ഉള്ളതുകൊണ്ടേ 4 മണിയായ അപ്പം ചായ വേണം. അപ്പോൾ ഞാൻ അത് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് കിച്ചണിക്ക് വന്നത് തന്നെ ഒരു 3:45 ആയിട്ടാണ്. പിന്നെ പൊടികളൊക്കെ എടുത്ത് ഒക്കെ അങ്ങനെ കുറച്ച് ടൈം അങ്ങനെ പോയി. പിന്നെ മാവൊക്കെ കുഴച്ച് വെച്ചപ്പോൾ അധികം ടൈമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല. മാവ് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ കേക്കിൽ ചേർക്കുന്ന ബേക്കിംഗ് പൗഡർ ചേർത്തല്ലോ, അതുകൊണ്ടാവും പൊങ്ങി കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാനൊക്കെ കൂടുതൽ സമയം വെക്കണം എന്നൊന്നുമില്ല, ഒരു 10-15 മിനിറ്റ് ഒക്കെ മതി. എന്നാലും കേക്ക് നന്നായി കിട്ടും. അപ്പോൾ ഞാനിത് 2 ബോളാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ബോള് കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കല്ലേ, ഉരുട്ടി കൊടുക്കല്ലേ, ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേലെ. കേക്കിൻ്റെ ഷേപ്പാക്കി എടുക്കാനാട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. പിന്നെ വെട്ട് കേക്ക് ആകുമ്പം അതിൻ്റെ ഒരു ഷേപ്പ് വേറെ ഉണ്ടല്ലോ. നമ്മൾ കണ്ടിട്ടില്ലേ ചായക്കടിയിലൊക്കെ ഭരണിയിൽ ഇങ്ങനെ വെട്ട് കേക്ക്, ചില്ലുകുപ്പിയിൽ ഇങ്ങനെ വെട്ട് കേക്ക് ഇട്ട് വെക്കണത് കണ്ടിട്ടില്ലേ. അപ്പോൾ ഞാൻ അങ്ങനത്തെ വെട്ട് കേക്കാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ബാക്കി ഉണ്ടെങ്കിൽ കേടൊന്നും വരില്ല. നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ചില്ലി ഭരണിയിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കും അതേപോലെ 4 മണിക്കൊക്കെ ചായക്ക് കടി ഇടയ്ക്കൊക്കെ അങ്ങനെ അതിന് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കേക്ക് എത്ര വലിപ്പം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലാണ് ഇത് കട്ട് ചെയ്തെടുക്കണത്, വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കണത്. നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിലേറെ വലിപ്പം വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വലിപ്പത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെയാണ് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, നല്ലോണം കത്തി താഴ്ത്തരുത് കേട്ടോ, താഴ്ത്തിയാൽ മുറിയും. ജസ്റ്റ് ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ആ മേലെ ഭാഗം മാത്രം ഒന്ന് ഇതേപോലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ശ്രദ്ധിച്ച് ചെയ്യണ്ടിട്ട് ഞാൻ, കാരണം എന്താ വെച്ചാൽ ഈ കത്തി നല്ല മൂർച്ചയാണ്. ഇതിപ്പോൾ പുതിയ കത്തി നമ്മൾ വാങ്ങിയതാട്ടോ. അപ്പോൾ നല്ല മൂർച്ചയാണ്. അപ്പോൾ ചിലപ്പം അങ്ങോട്ട് ആഴ്ന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അയച്ചെങ്ങനെ ബോൾസാക്കിയിട്ട് പിന്നെയും ഇതേപോലെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ ചെയ്യണത് അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കണം. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ ഒരു ബോളും കൂടെ നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ, അതും കൂടെ കുഴച്ചിട്ട് ഇതേപോലെ ചതുരത്തിലാക്കിയിട്ട് അതും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനും ഇതേപോലെ വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിന് കേട്ടോ ഈ കേക്ക്. നമ്മൾ കേക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 10 രൂപ ഒക്കെ ആണല്ലോ ഒരു കേക്കിന്. പക്ഷെ ഇത് അത്ര വലിപ്പമല്ല കേട്ടോ, വലിപ്പം കുറവാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കല്ലേ. അപ്പം മക്കൾ എപ്പോഴേലൊക്കെ സ്നാക്സൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് പോലുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഓർക്കും തന്നെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ കാണുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവും. അങ്ങനെ അടുപ്പത്താണ് കേട്ടോ ഞാൻ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പ് എത്തിക്കണമല്ലോ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പിൽ, അതാണ് ഒന്നായിട്ട് പാളി കത്തിയത് ആദ്യം. ചിലപ്പം ഓലക്കൊടിയൊക്കെ എടുത്തുകൊണ്ടിരാനൊരു മടിയാണ്. ഓലക്കൊടിയൊക്കെ കുറച്ച് അപ്പുറത്താട്ടോ. പിന്നെ നമ്മളിവിടെ ഷീറ്റ് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ പണിക്കാർ വന്നിട്ടില്ല കേട്ടോ, ഇനി തിങ്കളാഴ്ചയൊക്കെ വരുള്ളൂ. അപ്പം ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, ഓലക്കെട്ടൊക്കെ അപ്പുറത്താണ് കിടക്കുന്നത്. ഇവിടെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വറക് പോലെ ആക്കിയിട്ടൊന്നും നനയൂല്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്യണം ഇൻഷാ അള്ളാ. അപ്പോൾ അടുപ്പ് ഇതാ വേഗം കത്തി കിട്ടിയാണ്. പിന്നെ ഞാനിതാ ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണേലും ചേർക്കുക. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ കയ്യിലുള്ളത് ചേർക്കുക, അത്ര തന്നെ അല്ലേ. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടോ. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് കേക്ക് തീക്ക് ഇട്ട് കൊടുക്കുക. കുറേ ഇട്ട് കൊടുക്കേണ്ട, അത് ചിലപ്പോൾ പൊങ്ങി വരും. അപ്പോൾ ഒരു 2-3 എണ്ണം ഞാൻ ആദ്യത്തെ ട്രിപ്പിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എണ്ണയും തന്നെ ചൂടാവണുള്ളൂ. പിന്നെ ഇത് ചട്ടിയിലിട്ട് അപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടാണ്ട് കോരിയെടുക്കരുത്. കുറച്ച് നേരം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് വേവിച്ചെടുക്കുക തന്നെ വേണം കേട്ടോ, എന്നാലും ഇതിൻ്റെ ഉൾവശമൊക്കെ വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പുറം ഭാഗം വേവും ഉള്ളു വേവൂല. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാട്ടോ ഒരു ഭാഗം ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറേ നേരമൊന്നും വേണ്ട, എന്നാലും കുറച്ച് നേരം തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക തന്നെ വേണം കേട്ടോ. മൈദ ആയതുകൊണ്ട് ചിലപ്പം എളുപ്പം കരിയും. അപ്പോൾ നല്ല ചൂടിലാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ ആ ഭാഗം അടിഭാഗം നല്ലോണം ആവും ചെയ്യും, മേലെ ഭാഗം അത്രയ്ക്ക് ആവില്ല. അപ്പോൾ അതേപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങനെയാണ് വേവിച്ചെടുക്കുക. അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഉള്ളൊക്കെ നല്ലോണം വെന്ത് നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഞങ്ങൾ എപ്പച്ചിയും കൂടെ ഉണ്ടായതുകൊണ്ട് 4 മണിക്ക് ചായക്ക് കടി നിർബന്ധം കേട്ടോ. ഞാനും കുട്ടികളും ഒറ്റയ്ക്കാവുമ്പം ചിലപ്പോൾ കുട്ടികളോട് ചോറൊക്കെ തിന്നാൻ പറയും. ചോറ് തിന്നാൽ അവർക്ക് മടിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറിയൊക്കെ കൊണ്ടുവന്ന് വെച്ചൊക്കെ കൊടുക്കും. ഇതിനങ്ങനെയല്ല കേട്ടോ, ഇതിന് എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി വേണം. അപ്പം എന്നോട് ഇങ്ങനെ പറയും ചായക്ക് കടി എന്തെങ്കിലും ഉണ്ടാക്കുക. പിന്നെ പറഞ്ഞാൽ ഓല് എപ്പോഴേലും വരുമ്പോഴല്ലേ ഉള്ളൂ. പ്രവാസികളാകുമ്പോൾ അങ്ങനെയല്ലേ അല്ലേ, നമ്മളെ വീട്ടിലത്തെ ഫുഡ് കഴിക്കൽ കുറവല്ലേ. അവിടെ ആകുമ്പോൾ ഒരൊറ്റയ്ക്ക് തന്നെ വെച്ചുണ്ടാക്കി തിന്നൊക്കെ അല്ലേ. അപ്പോൾ നമുക്കൊരു
ഗതികേടാണ് അങ്ങനെ പറയുമ്പോൾ. എന്നാലും എനിക്ക് എത്ര സമയം ഇല്ലെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടത് ചോദിച്ചപ്പോൾ എന്താ ബാബു എന്നെ പറഞ്ഞതാണ് വെട്ട് കേക്ക് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ച്. അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ ഞാൻ. അപ്പോൾ അൽഹംദുലില്ലാ ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ 3/4 കപ്പ് പഞ്ചസാര എടുത്തുക്കണല്ലോ, അപ്പോൾ മധുരം കൂടിയോന്ന് വിചാരിച്ചു ഞാൻ. കൂടിയിട്ടൊന്നുമില്ല കേട്ടോ, പാകമാണ്. 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ടായിനി. അതേപോലെ 2 സ്പൂണോളം റാവിയും ചേർത്തില്ലേ നമ്മൾ. അപ്പോൾ മധുരമൊന്നും കുഴപ്പമില്ല കേട്ടോ, മധുരമൊക്കെ പാകേനി. അങ്ങനെ ഓരോ ട്രിപ്പ് അങ്ങനെ പൊരിച്ചെടുക്കേണ്ടത്. എണ്ണയൊന്നും കുടിക്കണില്ല കേട്ടോ. അത് നമ്മൾ റവ ചേർത്തതുകൊണ്ടാവും എണ്ണ കുടിക്കാത്തത്. എന്താണെന്ന് അറിയില്ല, എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ ആയി തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു 3-4 പ്രാവശ്യമാക്കി ഇട്ടിട്ട് 3-4 ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒക്കെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ കൂടെ പൊരിക്കണത് ഞാൻ കാണിച്ചിട്ടില്ല, എന്നാലും എണ്ണയിൽ നിന്ന് കോരി എടുക്കണത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം എണ്ണയിലിട്ടാണ്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഒക്കെ ഫ്രൈ ആക്കി എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ചായൻ്റെ കൂടെ അങ്ങനെ കഴിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതങ്ങനെ കേട് വരുമൊന്നുമില്ല. കുറേ ദിവസം നിൽക്കും കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്താൽ ഇതിന്, അല്ലെങ്കിൽ തന്നെ പഞ്ചസാര എന്തിന് ചേർത്താലോ ആ ഫുഡ് കേട് വരില്ല. പക്ഷേ വേറെ കേടുണ്ടാവും, ഹെൽത്തിനൊക്കെ പ്രോബ്ലം ഉണ്ടാവില്ലേ. ഷുഗർ ഉള്ളവർക്കൊക്കെ അങ്ങനെ മധുരം വല്ലാതെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഈ കേക്ക് കേട് വരില്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ചില്ലി ഭരണിയിലൊക്കെ ഇട്ട് വെച്ചാൽ കുട്ടികൾക്ക് ചായക്ക് കടിയൊക്കെ ചോദിക്കണ സമയത്ത് എടുത്തു കൊടുക്കാം നമുക്ക്. എപ്പോഴും ബേക്കറിയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്നില്ല. ബേക്കറി വാങ്ങിക്കണേക്കാട്ടിൽ നല്ലത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മളെ വെട്ട് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പച്ചി മക്കളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടും ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ, അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തിക്കട്ടെ, എന്നിട്ട് തരാറുന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെട്ട് കേക്കും ചായയൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കഴിച്ചിട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടേനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊന്നും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.